ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, പാലക്കയുടെ അതുപോലെ ചെറിയ മാലകളുടെയൊക്കെ വീഡിയോസ് ഇടുമോയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസ് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കമൻറ്റിനും ഇന്ന വീഡിയോ പോയി കാണുമെന്ന് പറയുമ്പോൾ അവർക്കും ഒരു ബുദ്ധിമുട്ടാണ്, കാരണം പഴയ വീഡിയോസാണ്. അപ്പോൾ അത് തപ്പിയെടുക്കാനൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്ത കുറച്ച് മാലകളൊക്കെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും ഒന്ന് പോയി കണ്ടോളൂ. അപ്പോൾ മോഡലുകൾ നമുക്ക് ലാസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളതിൻ്റെയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇന്നത്തെ മാല ചെയ്യാനായിട്ട് നമ്മൾ ഗോൾഡിൻ്റെ ചെയിനും അതുപോലെ ഒരു ഡിസൈനർ ബീഡ്, പ്ലേറ്റഡ് ആയിട്ടുള്ള ഡിസൈനർ ബീഡും നമ്മുടെ ക്രിസ്റ്റൽ ബീഡും, ഇത് ഫ്യൂസ് സ്റ്റാർ ആണ്. ചെയിനൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഫ്യൂസ് സ്റ്റാർ. ഇത്ര ഐറ്റംസാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പ്ലേറ്റഡ് ആയിട്ടുള്ള ചെയിൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ മോൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, പൂരത്തിന് ഇടാൻ വേണ്ടിയിട്ടാണ്. അവൾക്കൊരു റെഡ് പട്ടുപാവാട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് അവളുടെ കഴുത്തിൽ ആ നെക്കിൻ്റെ പോർഷനിൽ മാത്രമാണ് നമ്മൾ ബീഡ്സ് വരുന്നത്. അപ്പോൾ ആ ഒരു ലെങ്ത്ത് മാത്രം മതി. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ മാത്രം ബീഡ്സ് വരും. കുറച്ചൊരു ഭാഗം നമ്മൾ ഗോൾഡൻ ചെയിനായിട്ട് നിർത്തുന്നുണ്ട്. ബാക്കിൽ ബാക്ക് ത്രെഡ് ഇട്ടിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ബാക്ക് ത്രെഡ് അല്ല, നമ്മുടെ ചെയിൻ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്, ബാക്ക് ചെയിൻ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നല്ല എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്, അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അത് ഇത്ര ഭാഗമാണ് കേട്ടോ, ഞാൻ ബാക്കിൽ കുറച്ചൊന്ന് ആ ഒരു ചെയിൻ മാറ്റി നിർത്തിയിട്ട് ഇത്രയും ഭാഗത്താണ് നമ്മൾ ആ ഒരു ബീഡ്സ് കോർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മാലയ്ക്ക് ആ ഒരു ചെയിൻ്റെ ഹോള് കുറവാണ്, അതുകൊണ്ട് നമ്മൾ ഫ്യൂസ് സ്റ്റാർ തന്നെ എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഐപ്പിന്നൊക്കെ വെച്ചിട്ട് അതിൽ ഗുങ്കുരൂസൊക്കെ ഇട്ട് കൊടുക്കായിരുന്നു. പക്ഷേ ഈ മാലയുടെ ചെയിൻ്റെ ഗ്യാപ്പ് കുറച്ച് കുറവാണ്, അപ്പോൾ നമുക്ക് ഐപ്പിന്നൊന്നും അതിലൂടെ ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്യൂസ് സ്റ്റാർ എടുക്കുന്നത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്ര രണ്ട് സൈഡും ഒരേപോലെ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഫ്യൂസ് സ്റ്റാറിനെ നമ്മൾ എവിടെ നിന്നാണോ ബീഡ്സ് കോർന്ന് തുടങ്ങുന്നത് അവിടെ രണ്ട് സൈഡിൽ നമുക്ക് കുത്തി നിർത്താം, കറക്റ്റ് എവിടെയാണ് വരണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിർത്തി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഫ്യൂസ് സ്റ്റാർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. രണ്ട് പീസാക്കി എടുക്കാം. നമുക്ക് ഒരൊറ്റ പീസിന് രണ്ട് സൈഡിൽ അതിനൊരു മുട്ട് പോലെ ഉണ്ടാവും. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ബീഡ്സ് കോർത്ത് കൊടുക്കുന്നത്. സെൻറ്റർ ഭാഗം കട്ട് ചെയ്തെടുക്കാം, ആ മുട്ട് ഭാഗം കളയരുത്. അതിലേക്ക് നമുക്ക് ആദ്യം ക്രിസ്റ്റൽ ബീഡാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ നമുക്ക് ഇഷ്ടത്തിന് ചെയ്യാം. ഗോൾഡൻ ബീഡ് വേണമെങ്കിൽ ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം മാലയുടെ ആ ഒരു ഹോളിലൂടെ നമ്മുടെ ഫ്യൂസ് സ്റ്റാർ ഒന്ന് കോർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഒന്ന് അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതുപോലെ കൊണ്ടുവരുമ്പോൾ എല്ലാ സൈഡും ഒരേ രീതിയിൽ താഴത്തേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ നമ്മുടെ ബീഡ് ഒരെണ്ണം മുകളിലേക്ക് ഒരെണ്ണം താഴത്തേക്ക് ആ രീതിയിലിരിക്കും. അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരേ രീതിയിൽ നമ്മൾ താഴത്തേക്ക് വെച്ചിട്ട് വേണം പിരിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ കൊണ്ടുവന്നിട്ട് ആ ബീഡിന് ചുറ്റും ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. നന്നായിട്ടൊരു 2-3 വട്ടം നമുക്കിതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തുക. മെയിനായിട്ട് ചെയിനാണ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കേണ്ടത്. കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ നമ്മൾ കൈമഴിക്ക് വയ്ക്കുക. അതിന് ശേഷം വേണം നമ്മൾ ഇതൊന്ന് ചുറ്റി കൊടുക്കാനായിട്ട്. കണ്ടോ, കുറച്ചൊരു ബീഡ്സിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇട്ടിട്ട് ചുറ്റിയാലും മതി. അപ്പോൾ നന്നായിട്ടൊന്ന് വലിച്ച് ഇതുപോലെ ആക്കിയതിന് ശേഷം ഇതുപോലെ കറക്റ്റ് അങ്ങോട്ട് വളച്ചതിന് ശേഷം ചുറ്റി കൊടുക്കുക. അവിടെ വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ചുറ്റണ ആ ഒരു ടൈമിലാണ് നമ്മുടെ ചെയിൻ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ മാല കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി അത് ബീഡ്സിനെ ഒന്ന് 2-3 വട്ടം ബീഡ്സിന് ചുറ്റും ഒന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഫ്യൂസ് സ്റ്റാറിൻ്റെ ബാലൻസ് ഉള്ള കമ്പി കട്ട് ചെയ്ത് കളയാം. അത് ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കണം എന്നില്ല. കമ്പി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ കമ്പിയെ നമ്മൾ കറക്റ്റ് സെക്യൂറായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. കാരണം കുട്ടികൾക്ക് ചെയ്യുന്ന മാലയാണ്, അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ കമ്പിയൊന്നും കുത്തിക്കൊള്ളാൻ പാടില്ല. വലിയവർക്കായാലും കുത്തിക്കൊള്ളാൻ പാടില്ല. കുട്ടികൾക്കാവുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് പ്ലെയർ വെച്ച് നന്നായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ആ ഒരു തുമ്പ് ഭാഗം അങ്ങനെ പൊന്തിയൊന്നും നിൽക്കാതെ കറക്റ്റ് നമ്മൾ പ്രസ്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിനി ഞാനിവിടെ ചെയ്യുന്നത് ഒരു ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുകയാണ്. മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഈ ചെയിൻ കുറച്ച് ഹോളുള്ള ടൈപ്പ് ചെയിനാണെങ്കിൽ നമുക്ക് ഐപ്പിൻ ഇട്ടിട്ട് ഇതുപോലെ ബീഡ്സ് കോർത്ത് കൊടുക്കാം. അപ്പോൾ ആ ക്രിസ്റ്റൽ ബീഡിൽ ഐപ്പിൻ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം അതിൽ നിറച്ച് ഗുങ്കുരൂസ് ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ. നമുക്ക് സെയിം കളർ ഗുങ്കുരൂസും അതുപോലെ ഇപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ ബീഡിലേക്ക് ഗോൾഡൻ കളർ ഗുങ്കുരും ഗോൾഡൻ ബീഡിലേക്ക് ഒരു റെഡ് കളറിൻ്റെ ഗുങ്കുരൂസും ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ആ ഒരു മിക്സ്ഡ് കളർ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. പക്ഷേ എൻ്റെ ചെയിൻ ഇതുപോലെ ചെറുതായിരുന്നു, സൈസ് കുറവായിരുന്നു, അതിൻ്റെ ഗ്യാപ്പ് കുറവായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇട്ടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡലിൽ ചെയ്തെടുത്തത്. നിങ്ങളുടെ കയ്യിൽ ചെയിന് കുറച്ച് വലിയ ടൈപ്പൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഞാൻ രണ്ടാമത് ഗോൾഡൻ ബീഡ് കോർത്തതിൻ്റെ വീഡിയോ മിസ്സായി, ഞാൻ ഓൺ ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ടാണ് അത് കാണിക്കാഞ്ഞത്. സെയിം നമ്മൾ ക്രിസ്റ്റൽ ബീഡ് കോർത്ത രീതിയിൽ തന്നെയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടുത്ത ബീഡ് കോർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളൊരു ബീഡ് കോർത്ത് കഴിഞ്ഞ്
കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രണ്ടാമത്തെ ഹോളിലാണ് നമ്മൾ അടുത്ത ബീഡ് ഇടാനായിട്ട്. നമ്മുടെ ചെയിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഞാനിതൊരു രണ്ടാമത്തെ ഹോളിലൂടെയാണ് അടുത്ത ക്രിസ്റ്റൽ ബീഡ് കോർത്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ആ ബീഡ്സ് തമ്മിൽ ഗ്യാപ്പ് ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഒരെണ്ണം എന്നുള്ള രീതിയിലിരിക്കും. അപ്പോൾ അതൊരു ഭംഗിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഗ്യാപ്പ് ഇടാനും പാടില്ല. അപ്പോൾ ബീഡ്സ് തമ്മിൽ വളരെ വളരെ അകലാവും. അപ്പോഴും വൃത്തി ഉണ്ടാവില്ല. ഒരു കറക്റ്റ് ആ ഒരു സ്പേസ് അതിൻ്റെ ഇടയിൽ വരാനേ പാടുള്ളൂ. അപ്പോൾ നമ്മളത് നോക്കി ചെയ്യുക. 2ഓ 3ഓ അത്രേ പാടുള്ളൂ. ഹോളുകൾ അത്രയും ഗ്യാപ്പിലേ പാടുള്ളൂ ബീഡ്സ് കോർക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആരും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ വന്ന് പറയുക. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും പറയുക. അതുപോലെ ഏതെങ്കിലുമൊക്കെ മോഡൽസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വീഡിയോയിൽ വരുത്തണം എന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നതോ അതുപോലെ ചെയ്ത് കാണിക്കുന്നതൊന്നും ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതുപോലെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൾ ആക്കി വെക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ അതേ നമ്മൾ 3 എണ്ണം ഇവിടെ കോർത്തിട്ടുണ്ട്. ഒരു റെഡ്, ഒരു ഗോൾഡൻ, ഒരു റെഡ്. ഇനി നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകണം. എത്ര ലെങ്ത്തിൽ നമുക്ക് വേണോ അത്രയും ലെങ്ത്തിൽ ഇതിങ്ങനെ ചെയ്തു പോവാം. അപ്പോൾ ഇത് തന്നെ നമുക്ക് ബ്ലാക്കിൻ്റെ ബീഡ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. കരിമണി ബീഡൊക്കെ വെച്ച് ചെയ്യാം. ബ്ലാക്ക് ഗോൾഡ് നല്ല കോമ്പിനേഷനാണ്. അതുപോലെ റെഡും ഗോൾഡും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇനി ഇത് ഫുള്ളായിട്ട് ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി. എത്ര ലെങ്ത്ത് വേണം നമുക്ക് വലിയവർക്കും ചെയ്തെടുക്കാം. നമ്മുടെ കഴുത്ത് നിറച്ച് വരുന്ന രീതിയിൽ ചെയ്യരുത്. എപ്പോഴും ആ നെക്കിൻ്റെ ആ ഒരു സെൻറ്ററിലൊക്കെ വരുന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഇത് കൂടുതൽ ഭംഗി. പിന്നെ ഗുങ്കുരൂസൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ചെയ്ത് കൊടുത്താൽ ഭംഗി ഉണ്ടാവും. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ആ സെൻറ്ററിൽ വരുന്നു. പിന്നെ ഹെവി വർക്ക് ഇഷ്ടമുള്ളവർക്ക് ഫുള്ളായിട്ടൊക്കെ ചെയ്ത് കൊടുക്കാം. സിമ്പിളായിട്ട് ഇടാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇതുപോലത്തെ മോഡൽസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളും ആണ്, എന്നാൽ നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്നതുമാണ് കേട്ടോ. അപ്പോൾ അതേ കണ്ട കുറച്ച് കോർത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. നല്ല ഭംഗിയുണ്ട് ആ കളർ കോമ്പിനേഷൻ. അപ്പോൾ ഞാനിവിടെ റെഡ് എടുത്തത് മോൾക്ക് പട്ടുപാവാടയ്ക്ക് മാച്ചായിട്ട് എടുത്തതാണ്. അപ്പോൾ അതാ നമ്മളിവിടെ ഫുള്ളായിട്ട് കോർത്ത് കഴിഞ്ഞു. ഇത്രയും ലെങ്ത്താണ് എനിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതേ ഇനി അതിലേക്ക് നമുക്ക് അതിൻ്റെ ബാക്ക് ചെയിൻ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു മാലയ്ക്കുള്ള പ്രത്യേകത നമുക്ക് വളരെ കുറച്ച് ഐറ്റംസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഫ്യൂസ് സ്റ്റാറും ബീഡ്സും അതുപോലെ ചെയിനും പിന്നെ ബാക്ക് ചെയിനാണ്. ബാക്ക് ചെയിൻ ഇല്ലെങ്കിലും നമുക്കിത് സൈഡ് റിങ് ഇട്ട് കഴിഞ്ഞാൽ ബാക്ക് ത്രെഡ് ഇട്ടിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമ്മൾ ബാക്ക് ചെയിൻ കണക്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ കോർത്ത് വെച്ചിരിക്കുന്ന ചെയിനിലേക്ക് ആ ഫ്യൂസ് സ്റ്റാർ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുട്ട് കളയരുത്. അപ്പോൾ അത് അവിടെ കണ്ടോ ആ ചെയിനിൽ ലോക്കായിട്ട് നിൽക്കും. ഇനി നമ്മുടെ ബാക്ക് ചെയിനിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക. ആ ഒരു മുട്ടിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന രീതിയിൽ, ചെയിനുമല്ല ആ മുട്ടിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക. ഒരുപാട് പിരിക്കണം എന്നില്ല. ബാലൻസ് ഉള്ള ത്രെഡ് കട്ട് ചെയ്ത് കളയാം. അത്രയേ ഉള്ളൂ. ഇതുപോലെ 2 സൈഡും നമുക്ക് ബാക്ക് ചെയിന് 2 പോർഷൻ ഉണ്ടാവുമല്ലോ. ആ 2 പോർഷനും 2 സൈഡിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാല റെഡിയായി. ഇനിയിപ്പോൾ ബാക്ക് ചെയിൻ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് ത്രെഡിന് 2 സൈഡിലും ഇതുപോലെ തന്നെ സൈഡ് റിങ് ഇട്ട് കൊടുത്താൽ മതി. ഫ്യൂസ് സ്റ്റാർ വെച്ച് സൈഡ് റിങ് കിട്ടും. അതൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ബാക്ക് ത്രെഡ് വെച്ചിട്ടും യൂസ് ചെയ്യാം. പിന്നെ കുട്ടികൾക്കൊക്കെ ബാക്ക് ത്രെഡിനേക്കാളും നല്ലത് ഇതുപോലെ ബാക്ക് ചെയിൻ ഇട്ട് കൊടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ കുറച്ച് ലെങ്ത്തിൽ ചെയിൻ ഇട്ടിട്ട് നമ്മൾ ഫിഷ് ഹൂക്കൊക്കെ അല്ലെങ്കിൽ കൊളുത്തുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഇട്ട് കൊടുത്താലും മതി. കുട്ടികൾക്ക് ഈ ബാക്ക് ത്രെഡ് അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. അവർക്കതൊരു കഴുത്തിലിങ്ങനെ കിടക്കുമ്പോൾ ഒരു കുത്തിക്കൊള്ളണ പോലെയൊക്കെ തോന്നും. അവരത് ഇടാൻ കൂട്ടാക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്ക് ത്രെഡ് പരമാവധി ഒഴിവാക്കുകയാണ് നല്ലത് കുട്ടികളുടെ കാര്യത്തിൽ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് 2 സൈഡും ചെയിൻ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ബാലൻസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാല ഇവിടെ റെഡിയായി കിട്ടി. നല്ല അടിപൊളി മാല തന്നെ കണ്ടോ. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചാലും കൂടുതൽ ഭംഗിയായിട്ട് അതിൻ്റെ ഫിനിഷിങ് വന്നപ്പോൾ ഞാൻ ഇത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല. കാരണം ഈ ഒരു മോഡൽ ഞാൻ എൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്തതാണ്. ആദ്യം റെഡ് മാത്രം കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. കണ്ടോ മോളുടെ കഴുത്തിലിട്ടപ്പോഴും നല്ല ഭംഗിയുണ്ട്. കറക്റ്റ് നെക്കിൻ്റെ ഭാഗത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാല ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഇതാ ഞാൻ ചെയ്തിരിക്കുന്ന മോഡലുകളാണ്. ഇതൊരു പാലക്കയും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മിയുടെ ലോക്കറ്റും കൂടി മിക്സ് ചെയ്ത് ചെയ്തതാണ്. പിന്നെ ഇത് നാഗപടത്തിൻ്റെ ഒരു മോഡലാണ്. അത് 3 പെൻഡൻറ്റ് വരുന്ന രീതിയിൽ ചെയ്തതാണ്. ഇത് ഞാനൊരു വെറൈറ്റി മോഡലായിട്ട് പാലക്കയും അതുപോലെ ബെൻഡ് ട്യൂബും വെച്ച് ചെയ്തൊരു മോഡലാണ്. അതൊരു പ്രത്യേക ഒരു ഭംഗിയായിരുന്നു ആ ഒരു മാല. പിന്നെ ചെയ്തിരിക്കുന്നത് പാലക്കയുടെ തന്നെ ഫുൾ സെറ്റാണ്. ഇത് ഒരു വീഡിയോയിൽ കമൻറ്റ് വന്നിരുന്നു ഇതിൻ്റെ ഒന്ന് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അവർ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ ഒരു കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് നമ്മൾ ബെൻഡ് ട്യൂബും കൂടി ചെയ്ത ഒരു നെക്ലസിൻ്റെ പീസാണ്. ഇത് നമ്മുടെ കരിമണി അതുപോലെ നേരത്തെ കാണിച്ച ആ ഗോൾഡൻ ബീഡും വെച്ചിട്ട് ചെയ്തതാണ്. അത് ഇതുപോലെ ഇടയിൽ കൊടുത്തിട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കാണേണ്ടവരൊക്കെ ഒന്ന് പോയി കണ്ടോളൂ. അപ്പോൾ ഇനി ഒരു പുതിയ ഐറ്റമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.